തിരുവിഷ്ട മിനിസ്ട്രീസ് ബ്രെഡ് ഓഫ് ലൈഫിലേക്ക് സ്വാഗതം. 2020 നവംബർ 15 സിറോ മലബാർ സഭ വിശുദ്ധ കുർബാന മധ്യേ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ. സംഖ്യാപുസ്തകം 9-ാം അധ്യായം 15 മുതൽ 18 വരെയും, യെശയ്യാ പ്രവചനം 54-ാം അധ്യായം 1 മുതൽ 10 വരെയും, ഹെബ്രായർ ലേഖനം 9-ാം അധ്യായം 5 മുതൽ 15 വരെയും, വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായം 12 മുതൽ 22 വരെയും തിരുവചനങ്ങൾ. വിശുദ്ധ പ്രിയപ്പെട്ടവരെ, സ്നേഹവന്ദനം. നാം ദൈവത്തിൻ്റെതാണെന്ന് പറയാൻ, ദൈവം നമ്മിൽ വസിക്കുന്നുവെന്ന് ജീവിതം കൊണ്ട് വെളിപ്പെടുത്താൻ, ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക് എതിരായവയെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി കളയാൻ, ക്രിസ്തുവിൻ്റെ ആലയമാണ് ശരീരമെന്ന്, യേശു അകമേ വസിക്കുന്നുവെന്നും അവനാണ് ജീവിതത്തിൻ്റെ കർത്താവും നാഥനുമെന്നും ലോകത്തോട് ഏറ്റുപറയാൻ നാം ഓരോരുത്തരും വിളിക്കപ്പെടുന്നു എന്ന പരമമായ സത്യമാണ് സുവിശേഷം എന്ന് ഓർമ്മിപ്പിക്കുക. സുവിശേഷത്തെ നമ്മൾ കാണുന്നത് ദേവാലയ ശുദ്ധീകരണമാണ്. ഈ ദേവാലയ ശുദ്ധീകരണ വിഷയം നിരവധി തവണ ആലോചനയ്ക്ക് ഹേതുവായിട്ടുണ്ട്. അവിടെയെല്ലാം നമ്മൾ കാണുന്നത് നമ്മൾ ഹൃദയം വ്യാപാരമായ സ്ഥലമാക്കി മാറ്റരുത്, ദേവാലയം കച്ചവട സ്ഥലമാക്കി മാറ്റരുത് എന്നൊക്കെ പറയും. യഥാർത്ഥത്തിൽ യേശു ദേവാലയത്തിൽ നിന്ന് ആടുകളെയും കാളകളെയും പ്രാവുകളെയും നാണയമാറ്റക്കാരെയും ഒക്കെ ഓടിക്കുന്നതിൻ്റെ പുറകിലുള്ള തീക്ഷ്ണത പിതാവിൻ്റെ ആലയമാണ് ദൈവത്തിൻ്റെ ആലയം എന്ന് വെളിപ്പെടുത്താനാണ്. അത് കച്ചവട സ്ഥലമല്ല, തികച്ചും ഭൗതിക കാര്യമെന്ന് പറയുന്ന നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ ഈ കച്ചവടത്തിൻ്റെ, വ്യാപാരത്തിൻ്റെ, ഭൗതികതയുടെ ഒരു സ്ഥലമല്ലെന്നും അത് ദൈവത്തിൻ്റെ ആലയമാണെന്നും ഏറ്റുപറയാനാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ദേവാലയ ശുദ്ധീകരണം. അവിടെ നമ്മൾ കാണും യേശു ഇവരെയൊക്കെ പുറത്താക്കുന്നു. എന്നാണ് അതിൻ്റെ ലക്ഷ്യം? സ്വാഭാവികമായി പറഞ്ഞാൽ നാം കേട്ട് ശീലിച്ചിട്ടുള്ളത് വ്യാപാരം നടത്തിയിരുന്നവരെ പുറത്താക്കിയെന്നാണ്. യഥാർത്ഥത്തിൽ യേശു ഈ ആടുകളെയും കാളകളെയും നാണയമാറ്റക്കാരെയൊക്കെ പുറത്താക്കുന്നതിൻ്റെ പുറകിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? ഇനി പഴയ ബലികൾക്ക് പ്രസക്തിയില്ലെന്നുള്ളതാണ്. ദേവാലയത്തിൽ നിന്ന് വ്യാപാരത്തെ മാറ്റുന്നു എന്ന് യേശു പറയുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഈ പഴയ നിയമ ചുറ്റുപാടുകളിൽ നിന്ന് മോചിപ്പിക്കുക. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ് എന്ന് ക്രിസ്തു പറയാൻ തുടങ്ങുന്നത് ആദ്യം ഈ ആലയത്തിൽ നിന്ന് ഈ പറഞ്ഞ ദുഷിച്ച ആചാരങ്ങളെ, വ്യാപാരങ്ങളെ പുറത്താക്കിക്കൊണ്ടാണ് യഥാർത്ഥ ബലിയിലേക്ക് താൻ കടന്നു വരുന്നു. ക്രിസ്തു ഏക ബലിയായിട്ട് മാറുകയാണ്. പഴയ ബലിയുടെ സാധ്യതകളെ മുഴുവൻ, പ്രതീകാത്മകതകൾ മുഴുവൻ എടുത്തു മാറ്റിക്കൊണ്ട് യേശു ദേവാലയത്തിൽ വരികയാണ്. യേശു പറയാണ്, ബലിക്കുള്ള സമയമായി. അങ്ങനെ ബലിവസ്തുവായി വരുന്ന ക്രിസ്തു, ബലിവസ്തുവായി സ്വയം സമർപ്പിക്കുന്ന ക്രിസ്തു ദേവാലയത്തിൽ നിന്ന് പഴയ ബലിയുടെ എല്ലാ പ്രതീക സാധ്യതകളെയും തള്ളിമാറ്റും. നമ്മുടെ ജീവിതത്തിനകത്ത്, ഭൗതിക സാഹചര്യങ്ങൾക്കകത്ത് നാം ഇങ്ങനെ ബലിവസ്തുവായി വിളിക്കപ്പെടുന്നുവെന്നും ജീവാർപ്പണമാണ് യഥാർത്ഥ ബലിയെന്നും എൻ്റെയും നിങ്ങളുടെയും ജീവാർപ്പണമാണ് യഥാർത്ഥ ദൈവാരാധനയെന്നും ക്രിസ്തു വെളിപ്പെടുത്തുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് യേശു, ഈ ആലയം നിങ്ങൾ തകർക്ക്, 3 ദിവസം കൊണ്ട് ഞാൻ പുനരുദ്ധരിക്കാം. ജെറുസലേം ദേവാലയത്തെക്കുറിച്ചാണെന്നാണ് അവർ വിചാരിച്ചത്. 40 സംവത്സരം കൊണ്ട് പണിത ഈ ദേവാലയം ഇവൻ നശിപ്പിച്ചാൽ 3 ദിവസം കൊണ്ട് പുനരുദ്ധരിക്കുമെന്ന് ഇവൻ പറയുന്നത് എങ്ങനെയെന്ന് അവർ സംശയിക്കുന്നുണ്ട്. യേശു പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണ്. തൻ്റെ ശരീരം ആലയമാണ് എന്ന് പറഞ്ഞ്, ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ് ഞാൻ നിങ്ങളും. ആ നിലയ്ക്ക് നമ്മുടെ ശരീരം ദൈവാലയമാണെന്നും നമ്മുടെ ജീവിതത്തിലുള്ള അർപ്പണമാണ് യഥാർത്ഥ ബലിയെന്നും ക്രിസ്തു വെളിപ്പെടുത്തുകയാണ് സംഭവത്തിലൂടെ. അങ്ങനെ ഒരു നിലയ്ക്ക് പരിശോധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥവത്തായ ഒരു ബലിയുടെ സാധ്യതയെ മുൻപോട്ട് വയ്ക്കുന്നത്. ഏറ്റവും പ്രിയപ്പെട്ടവരെ, എൻ്റെ നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്നും നമ്മളാണ് യഥാർത്ഥ ബലിവസ്തുവെന്നും തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നുവെങ്കിൽ ജീവിക്കുന്ന ഓരോ നിമിഷവും ആനന്ദത്തോടെ, സന്തോഷത്തോടെ നമ്മെ സമർപ്പിക്കാൻ പറ്റും. നമ്മുടെ കഷ്ടപ്പാടുകൾ, വേദനകൾ, ഞെരുക്കങ്ങൾ, സഹനങ്ങളൊക്കെ ഈ ബലിയുടെ ഭാഗമായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് വിശുദ്ധ അൽഫോൻസ പറയുന്നത്, ഞാനൊരു ബലിവസ്തുവായ എൻ്റെ ജീവിതം ബലിമേശയിൽ അർപ്പിച്ചു, അതിപ്പോഴും അഗ്നിയിൽ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത്. ആ അഗ്നിയിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന അനുഭവമായി ജീവിതത്തെ അനുഭവിക്കാൻ അൽഫോൻസയ്ക്ക് കഴിയുമ്പോൾ അവൾ വിശുദ്ധിയുടെ പടവുകൾ കയറുകയാണ്. ഞാൻ നിങ്ങൾ വിളിക്കപ്പെടുന്നത് സമാനമായ വഴിയിലേക്കാണെന്ന് ഓർക്കണം. അതുകൊണ്ട് ജീവിതത്തിൻ്റെ വഴികളിൽ ഇപ്രകാരം സ്വയം സമർപ്പണത്തിൻ്റെ ഒരു സാധ്യതയുണ്ടെന്ന്, ഒരു ബാധ്യതയുണ്ടെന്ന് ക്രിസ്തു ഓർമ്മപ്പെടുത്തുകയാണ് സംഭവത്തിലൂടെ. നമ്മൾ ദേവാലയ ശുദ്ധീകരണം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്, പഴയ നിയമത്തിലൊരു ദേവാലയ സങ്കല്പം ഉണ്ടായിരുന്നു. സംഖ്യാപുസ്തകമൊക്കെ കാണിക്കുന്നത് ഈ പഴയ നിയമ ദേവാലയ സങ്കല്പത്തെയാണ്. സംഖ്യാപുസ്തകത്തിൽ ദൈവത്തിന് അടയാളം കാണുന്നത് സാക്ഷി കൂടാരത്തിന് മേലെ അഗ്നിസ്തംഭവും മേഘസ്തംഭവും ഒക്കെ വെളിപ്പെടുമ്പോഴാണ്. അങ്ങനെ വെളിപ്പെടുന്നതിലൂടെ ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യാനുഭവം ഉണ്ടായതിനെയാണ് അവർ ദൈവത്തിൻ്റെ സ്ഥലമായിട്ട് കണ്ടത്, സാക്ഷി കൂടാരത്തെ കണ്ടത്.
ഇവിടെ യഥാർത്ഥത്തിൽ ജീവിതത്തിനത് പ്രയോഗ വഴിയാക്കാനാണ് പറയുന്നത്. ജീവിതത്തിനകത്ത് നമ്മുടെ സഹനങ്ങൾ കൊണ്ടും ക്ലേശങ്ങൾ കൊണ്ടും നമ്മുടെ ജീവിതം കൊണ്ടും ക്രിസ്തുവിനെ വെളിപ്പെടുത്താനാണ്, ദൈവത്തിൻ്റെ ആലയമാണെന്ന് പറയാനാണ്. ഭൗതിക വ്യാപാരത്തിൻ്റെ കേന്ദ്രമല്ല ജീവിതമെന്ന്, അല്ലെങ്കിൽ ഈ ലോകവുമായി ബന്ധപ്പെട്ട കേവലം ഒരു സാധ്യതയ്ക്കകത്ത് മാത്രം ഒതുങ്ങുന്നതല്ല ജീവിതം. അത് യഥാർത്ഥ ദൈവിക ആരാധനയുടെ സ്ഥലമാണ്, ദൈവിക സാന്നിധ്യമാണ് ജീവിതം കൊണ്ട് വെളിപ്പെടുന്നത്. ക്രിസ്തു വെളിപ്പെടുകയാണ് നമ്മുടെ ജീവിതത്തിലൂടെ. അതിനാൽ തന്നെ യെശയ്യാ പ്രവാചകനിലൂടെ നമ്മുടെ ഒരു ഔന്നത്യത്തെക്കുറിച്ച്, നമ്മുടെ ഭാവി മഹത്വത്തിന്റെ ഒരു വലിയ സങ്കീർത്തനം യെശയ്യാ പ്രവാചകനിലൂടെ പ്രവചിക്കുകയാണ്. അവിടെ പറയുന്നത് കർത്താവാണ് നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ കർത്താവ് നിന്റെ ഭർത്താവാണ്. അത്രത്തോളം ആഴമായൊരു ബന്ധത്തിലേക്കാണ് നാം വിളിക്കപ്പെടുന്നത്. നമ്മുടെ ജീവിതാർപ്പണം നിസ്സാരമായി മാറുകയില്ല, അത് ഔന്നത്യത്തിലേക്കാണ്, അത് പ്രശോഭിക്കുന്ന ഒന്നാണ്, അത് ഭാവി മഹത്വത്തിനുള്ള ഒന്നാണ് എന്ന് യെശയ്യാ പ്രവാചകനിലൂടെ വചനം നമ്മെ ഓർമ്മിപ്പിക്കും. ഇങ്ങനെ നമ്മുടെ ജീവിതമാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമെന്ന്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്താണ് ദൈവം വെളിപ്പെടുകയെന്ന്, നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്നും നമ്മിൽ വസിക്കുന്ന ദൈവം പ്രവർത്തിക്കുകയാണെന്നൊക്കെ വെളിപ്പെടുത്താനായിട്ട് ആണ് ഈ പഴയ നിയമത്തിൽ ഈ സാക്ഷ്യ കൂടാരമൊക്കെ ഉണ്ടായത്. അവിടെ ഈ യഥാർത്ഥത്തിൽ പഴയ നിയമ ബലികളിൽ ഈ പ്രതീകാത്മക ബലികൾ വരുന്നുണ്ട്. ആ പ്രതീകാത്മക ബലികളിൽ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ പുരോഹിതന്മാർ പ്രവേശിക്കുന്നു, ആണ്ടുതോറും ബലികൾ നടത്തുന്നു. ആ ബലികളൊക്കെ അവസാനിപ്പിക്കണം. ആ ബലികളൊക്കെ അവസാനത്തിലാണ്, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ സമ്പൂർണ്ണതയായിട്ടാണ് ക്രിസ്തുവിൻ്റെ യാഗം. ആ ക്രിസ്തുവിൻ്റെ യാഗത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ ജീവിതം. ആ ഒരു വളർച്ചയിലേക്ക് എത്താൻ വേണ്ടിയാണ് ഈ പ്രതീകാത്മകമായ കാര്യങ്ങൾ പഴയ നിയമകാലത്ത് പറഞ്ഞിട്ടുള്ളതെന്നാണ് ഹെബ്രായർ ലേഖനം നമ്മെ ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് ഹെബ്രായർ ലേഖനം പറയുകയാണ്, ഈ പഴയ പ്രതീകം ക്രിസ്തുവിൽ സമ്പൂർണ്ണമാവുകയും ദൈവത്തിൻ്റെ ആലയമായ ക്രിസ്തു വെളിപ്പെടുകയും ആ ക്രിസ്തുവിൻ്റെ ആലയത്തിനകത്ത് നാം ആയിത്തീരുകയും, അല്ലെങ്കിൽ ദൈവം നമ്മുടെ അകത്ത് വസിക്കുകയും നമ്മൾ തന്നെ ദൈവാലയമായും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവൃത്തികളൊക്കെ ദൈവാരാധനയായിട്ടും മാറുന്നുണ്ട്. അതുകൊണ്ട് ഭൗതികമായ ഒരു ജീവിതക്രമത്തിൻ്റെ സാധാരണത്വത്തിൽ അത് ലയിച്ചു പോകാനിടയാകരുത്. അതൊരു ദൈവാരാധനയുടെ ഭാഗമാണെന്ന ബോധ്യത്തോടെ അർപ്പിക്കപ്പെടേണ്ടതുണ്ടെന്നാണ് വചനം എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുക. അതിന് ഇതൊരു ബോധ്യം നമുക്കുണ്ടാവണമെങ്കിൽ നമുക്ക് പഴയ കാളക്കിടാവിൻ്റെ രക്തം കൊണ്ട് വിശുദ്ധീകരണം സംഭവിച്ചു എന്ന ബോധ്യത്തിൽ നിന്നാൽ പോരാ. അതുകൊണ്ടാണ് പറയുന്നത്, നിത്യാത്മാമൂലം കളങ്കമില്ലാതെ തന്നെ ദൈവത്തിന് സമർപ്പിച്ച യേശുക്രിസ്തുവിൻ്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധക്കരണങ്ങൾ അതിൻ്റെ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് എത്ര അധികമായി വിശുദ്ധീകരിക്കുകയില്ല. ആ ഒരു വിശുദ്ധീകരണ അനുഭവത്തിലേക്കാണ് ഞാൻ നിങ്ങളും വന്നിട്ടുള്ളത്, തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്, നയിക്കപ്പെടുന്നത് എന്ന ബോധ്യത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം ഇതാണ്. പഴയ പ്രതീകങ്ങളിൽ നിന്ന് ക്രിസ്തു തൻ്റെ യാഗാർപ്പണം വഴി നമ്മെ പുതുതാക്കി മാറ്റുന്നുണ്ട്. അത് നാം ദൈവത്തിൻ്റെ ആലയമാണെന്ന ബോധ്യത്തോടെ ജീവിക്കാനും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവുമുള്ള അർപ്പണം അവരെന്നെ ദൈവമായി കരുതിക്കൊണ്ട് ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധക്കരണങ്ങളെ വിശുദ്ധീകരിക്കുന്നതുമായിട്ട് മാറണം. അപ്രകാരം ഒരു ജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്ന് ഗൗരവത്തോടെ ഓർക്കാനും ആ ഒരു നിലയിൽ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ആകമാനം പരിശോധിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നാണ് സുവിശേഷം ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കും. ചിലറ്റം പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം അങ്ങനെ പരിശോധിക്കുമ്പോൾ കുറവുകളേറെ, പോരായ്മകളേറെ നമുക്ക് കാണാൻ പറ്റും. ദൈവസന്നിധിയിൽ കരുണയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.